വേഴ്സറ്റൈൽ വള്ളുവനാടൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, വേഴ്സറ്റൈൽ വള്ളുവനാടൻസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ശാസ്ത്ര പരീക്ഷണമാണ് ചെയ്യുന്നത്, ഒപ്പം ഉപകരണ നിർമ്മാണവും. അപ്പോ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണ നിർമ്മാണമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇത് പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ്. നിങ്ങൾക്കറിയാം, പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ, പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്, മൂന്നെണ്ണമാണ്. ഏതൊക്കെയാണ്? റെഡ്, ഗ്രീൻ, ബ്ലൂ, RGB എന്ന് പറയും, അല്ലെ? അപ്പൊ ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ ലൈറ്റുകളുടെ മിക്സിംഗ്, റെഡിന്റെ കൂടെ ഗ്രീൻ കൂടിയാൽ എന്ത് സംഭവിക്കും? ഗ്രീനിന്റെ കൂടെ ബ്ലൂ കൂടിയാൽ എന്ത് സംഭവിക്കും? ബ്ലൂവിന്റെ കൂടെ റെഡ് കൂടിയാൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മളിവിടെ ഒരു പരീക്ഷണമായിട്ട് ചെയ്യുന്നത്. അതിനുള്ള ഉപകരണം നമ്മളിവിടെ നിർമ്മിക്കാൻ പോവുകയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിർമ്മിക്കാം ഈ ഉപകരണം. അതിന് കൂടുതൽ സാമഗ്രികളൊന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ കിട്ടുന്ന സാമഗ്രികൾ തന്നെ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരു സ്റ്റിക്കറാണ് അടിക്കാനുള്ളത്. അത് വേണച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രസ്സിൽ നിന്ന് ഫോട്ടോ ഒക്കെ പ്രിന്റ് ചെയ്യുന്ന പ്രസ്സിൽ നമുക്കത് ഒരു A3 പേപ്പറിൽ ബാക്കിൽ പശയുള്ള സ്റ്റിക്കർ പേപ്പറിൽ, ഒരു സ്റ്റിക്കർ പേപ്പറിൽ വേണച്ചാൽ നമുക്കത് പ്രിന്റ് ചെയ്തെടുക്കാം. അപ്പോ വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പഴയ CD വേണം, നമ്മുടെ CD കാസറ്റ് വേണം. അതിപ്പോ ധാരാളമായി പലരും ഒഴിവാക്കി അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ കളക്ട് ചെയ്യണം. ഇതുകൊണ്ട് നമുക്ക് പല ഉപകരണങ്ങളും ഉണ്ടാക്കാട്ടോ. ഇതുകൊണ്ടുള്ള പല ഉപകരണങ്ങളും ടെക്നിക്സ് ഒക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അവതരിപ്പിക്കാം. താല്പര്യമെങ്കിൽ പറഞ്ഞാൽ മതി, നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പൊ കുറെ CD വേണം. പിന്നെയോ നമുക്ക് സ്റ്റിക്കർ വേണം. ഇതാ ഇത്തരത്തിലുള്ള സ്റ്റിക്കർ. ഇത് ഞാൻ പിന്നെ നമ്മുടെ പ്രിന്റിംഗ് പ്രസ് നിന്ന് സ്റ്റിക്കർ പ്രിന്റ് ചെയ്താണ്. ഇതിന്റെ ചിത്രങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? അത് ആലോചിച്ച് വ്യാകുലപ്പെടുകയൊന്നും വേണ്ട. നെറ്റിൽ ധാരാളമായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന ഇത്തരത്തിലുള്ള ചിത്രങ്ങളുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു കത്തിയാണ്. കത്തി വേണം. ഈ മൂന്ന് സാമഗ്രികൾ കൂടാതെ നമുക്ക് എന്ത് വേണം? കുട്ടികൾ കളിക്കുന്ന ഗോലി ഇല്ലേ, ഗോട്ടി, ഞങ്ങളുടെ നാട്ടില് ഗോട്ടി എന്നാണ് പറയാ, ഗോലി, ഇതും വേണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ്. എങ്ങനെ നിർമ്മിക്കാൻ നമുക്ക് നോക്കാം. വളരെ ഈസിയാണ്. അപ്പൊ നമ്മൾ സ്റ്റിക്കറുകൾ, ഇത് പ്രിന്റ് ചെയ്ത സ്റ്റിക്കറാണ്. നോക്കൂ, ഒരു A3 ഇത് വിബ്ജിയോറാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. വയലറ്റ് ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അത് ഇങ്ങനെ ഒരു A3 പ്രിന്റ് ചെയ്താൽ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം കിട്ടുക. ഇതുപോലെ ഇത് വേറൊരു സ്റ്റിക്കർ, ഇതുപോലെ 9 എണ്ണം പ്രിന്റ് ചെയ്ത വേറൊരു പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തതാണ്. ഇത് ബ്ലൂ ഗ്രീൻ, BG. ഇത് വേറൊന്നാണ്, പറയാം. ഇത് ബ്ലൂ റെഡ് ആണ്, RB. ഈ സ്റ്റിക്കർ നോക്കൂ, ഇത് ഗ്രീൻ റെഡ് ആണ്, ഗ്രീൻ റെഡ് GR അല്ലെങ്കിൽ RG. അപ്പോ ഇത്തരത്തിലുള്ള 3 പ്രധാനപ്പെട്ട സ്റ്റിക്കറാണ് നമുക്ക് വേണ്ടത്. ഈ സ്റ്റിക്കർ ഇപ്പൊ നമ്മൾ എടുക്കുന്നില്ല, അത് മാറ്റി വെക്കാം, അത് പിന്നെ ചെയ്യാം. ഈ സ്റ്റിക്കർ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ CD-യിൽ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഒട്ടിക്കണം. അപ്പോ ഒട്ടിക്കാൻ പോകണം. നോക്കൂ, ഇത് ഞാൻ പറഞ്ഞു ബാക്കിൽ പശയുള്ള സ്റ്റിക്കർ ആയതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ കീറി ചീന്തിയെടുത്തതിന് ശേഷം ഇത് നമ്മൾ വക്ക് കൃത്യമായിട്ട് പോവാതെ ആദ്യം ഒരു അരികിൽ ഒട്ടിക്കുന്നു. പിന്നീട് ചുളി വരാത്ത രീതിയിൽ നമ്മൾ ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്താലും മതി, തുണി കൊണ്ട് ചെയ്യാണ് കുറച്ചുകൂടി നല്ലത്. ഇങ്ങനെ അപ്പൊ ഒരു സ്റ്റിക്കർ ആയിക്കഴിഞ്ഞു. ഇതേപോലെ നമ്മൾ എല്ലാ സ്റ്റിക്കറും ഒട്ടിക്കുന്നു. അപ്പൊ നമ്മൾ ഇതേപോലെ 3 സ്റ്റിക്കറും ഒട്ടിച്ചു കഴിഞ്ഞു. നമ്മുടെ 3 സ്റ്റിക്കർ റെഡിയായി. ഇനിയാണ് ഇതിന്റെ പ്രവർത്തനം നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഗോട്ടി വെച്ചിട്ടുള്ള മാജിക്കാണ്. ഗോട്ടി ഇവിടെ വെക്കുന്നു. ഗോട്ടിയുടെ ഈ പൊസിഷൻ നമ്മൾ വെക്കുന്നു. ഗോട്ടിയുടെ ഇങ്ങനെ വെക്കുന്നു. ഇനി റെഡും ഗ്രീനും ചേർന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. റെഡും ഗ്രീനും നമ്മൾ പ്രകാശത്തിൽ എങ്ങനെയാണ് കാണുക? ആ 2 ദൃശ്യപ്രകാശം നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ ആ 2 പ്രകാശം കൂടി മിക്സ് ചെയ്യുന്ന നമുക്ക് കാണാം. നോക്കൂ, കണ്ടോ? നമ്മള് മഞ്ഞയാണ് ഇപ്പൊ കാണുന്നത്, കണ്ടോ? അത് മഞ്ഞ ഈസി ആയിട്ട് തിരിയും. അപ്പോ നമ്മള് ഇവിടെ എഴുതി വെക്കാം, റെഡ് പ്ലസ് ഗ്രീൻ സമം യെല്ലോ. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ കറക്കുന്നു. ബ്ലൂ പ്ലസ് ഗ്രീൻ എഴുതാം. ബ്ലൂ പ്ലസ് ഗ്രീൻ
ഏതാ കളർ ഉണ്ടാവുക നോക്കാം. നോക്കൂ, ബ്ലൂ പ്ലസ് ഗ്രീൻ നമ്മൾ കറക്കുന്നു. ഏതാണ്? ഈ കളറിനെയാണ് നമ്മൾ സിയാൻ എന്നാണ് പറയുക. സിയാൻ. അപ്പൊ നമ്മൾ എഴുതുന്നു സിയാൻ. നമുക്ക് ചുരുക്കാക്ഷരമായിട്ട് സി എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് ബാക്കി ഏതാണുള്ളത്? റെഡ് പ്ലസ് ബ്ലൂ അല്ലെ? റെഡ് പ്ലസ് ബ്ലൂ. കറക്കുന്നു. ഇപ്പൊ നമുക്ക് ഏതാ കളർ കിട്ടുന്നത്? ഇത് മജന്തയാണ്. മജന്ത. ഓക്കെ. അപ്പൊ എം. അപ്പൊ ഇതാണ് പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ. റെഡ്, ഗ്രീൻ, ബ്ലൂ. റെഡ്, ബ്ലൂ, ഗ്രീൻ. അത് മിക്സ് ചെയ്യുമ്പോൾ റെഡും ഗ്രീനും മിക്സ് ചെയ്യുമ്പോൾ യെല്ലോയും, ബ്ലൂയും ഗ്രീനും മിക്സ് ചെയ്യുമ്പോൾ സിയാനും, റെഡും ബ്ലൂവും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മജന്തയും കിട്ടും. അപ്പോ RGB ആണ് പ്രാഥമിക വർണ്ണങ്ങൾ. അതിൽ നിന്ന് കിട്ടുന്ന ദ്വിതീയ വർണ്ണങ്ങൾ, സെക്കൻഡറി കളേഴ്സ് ആണ് യെല്ലോ, സിയാൻ, മജന്ത പ്രകാശത്തിന്റെ. ഓക്കെ. ഇതേ പരീക്ഷണം തന്നെ വേറൊരു തരത്തിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നേരത്തെ നമ്മൾ ഗോട്ടി വെച്ചിട്ടാണ് CD കറക്കിയത് അല്ലെ? അതിന് വേറൊരു സൂത്രം കൂടിയുണ്ട്. അത് ഇതിന്റെ നിർമ്മാണ രീതി വേണമെങ്കിൽ ഞാൻ പിന്നീട് വിശദീകരിക്കാം, പറഞ്ഞാൽ മതി. നോക്കൂ, ഇത് ഒരു ഉപകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ബാറ്ററി ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ഒരു മോട്ടറും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മോട്ടറിന്റെ പുറം ഭാഗം ഒരു തുളച്ചിട്ട് പുറത്തേക്ക് കറങ്ങുന്ന രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പുള്ളി മോട്ടോർ എന്നാണ് ഇതിന് പറയാം. ഇതായത് CDയുടെ ഒരു സീറ്റ് ഇവിടെ ഉണ്ട്. CD സീറ്റിംഗ് ഉണ്ട്. 9 വോൾട്ടിന്റെ ബാറ്ററി ഉണ്ട്. ഇതൊരു മരുന്നിന്റെ ഡബ്ബയാണ്. ആ ഡബ്ബയെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു സ്വിച്ചും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഓൺ ചെയ്താൽ ഇത് കറങ്ങും. അപ്പൊ നമ്മൾ ഇവിടെ CD ഫിറ്റ് ചെയ്യുന്നു. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? റെഡ് പ്ലസ് ഗ്രീൻ ഇതാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്യുന്നു. നോക്കൂ, കറങ്ങുന്നു. യെല്ലോ. റെഡ് പ്ലസ് ഗ്രീൻ സമം യെല്ലോ. ഇങ്ങനെ ഈ ഉപകരണം ഉണ്ടാക്കാൻ കേട്ടോ. ഇത് നമ്മള് ബ്ലൂ പ്ലസ് ഗ്രീൻ വെക്കുന്നു. നോക്കൂ, സിയാൻ. ബ്ലൂ പ്ലസ് ഗ്രീൻ സമം സിയാൻ. ഇനി റെഡ് പ്ലസ് ബ്ലൂ വയ്ക്കുന്നു. റെഡ് പ്ലസ് ബ്ലൂ മജന്ത കിട്ടും. അപ്പൊ ഈ ഉപകരണം നിങ്ങളൊന്ന് നിർമ്മിച്ചു നോക്കുക. ഇതിന്റെ നിർമ്മാണം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഇതേ പ്രവർത്തനം തന്നെ വേറൊരു സംവിധാനം വെച്ചിട്ടും കാണിച്ചു തരാം. നോക്കൂ. അപ്പൊ ഇപ്പോൾ ചെയ്ത പരീക്ഷണം തന്നെ ഈ ഉപകരണം വെച്ച് ചെയ്യാൻ പോവാണ്. ഇതൊരു ടോർച്ചാണ്. നമ്മൾ ഉണ്ടാക്കിയതാണ്. RGB ടോർച്ച് എന്ന് പറയും. റെഡ്, ഗ്രീൻ, ബ്ലൂ ടോർച്ച്. ഇതിൽ 3 സ്വിച്ച് ഉണ്ട്. ഇതിൽ 3 സ്വിച്ച് ഉണ്ട്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതും നിർമ്മിക്കുന്ന കാര്യം പിന്നീട് ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അടിച്ചാൽ ഓരോ സ്വിച്ചിലും ഓരോ നിറമാണ് വരിക. ഇത് റെഡ് ആണ്, ഇത് ബ്ലൂ ആണ്, ഇത് ഗ്രീൻ ആണ്. ഓക്കെ, നമുക്കിത് പ്രവർത്തിപ്പിച്ച് നോക്കാം. കളർ മിക്സിങ് എങ്ങനെയാണ് ഉണ്ടാവുക? നേരത്തെ CDയിലും അതിന്റെ മുമ്പ് നമ്മൾ ഗോട്ടി വെച്ച് CD വെച്ച് കറക്കിയില്ലേ? അപ്പോഴും കണ്ട ഒരു റിസൾട്ട് ഇല്ലേ? അതിനേക്കാൾ കിടിലൻ റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുക. നമുക്ക് ചെയ്തു നോക്കാം. നമ്മൾ അടിച്ചു നോക്കുന്നു. റെഡ്, ഗ്രീൻ, ബ്ലൂ. RGB ടോർച്ചിൽ നിന്ന് അടുത്ത നിറം നീല, ബ്ലൂ. ഇനി നമ്മൾ കളർ മിക്സ് ചെയ്യാം. കണ്ടോ, നോക്കൂ. ഗ്രീൻ പ്ലസ് റെഡ് യെല്ലോ, ഗ്രീൻ പ്ലസ് ബ്ലൂ സിയാൻ, ബ്ലൂ പ്ലസ് റെഡ് മജന്ത. ഇതാണ് ദ്വിതീയ വർണ്ണങ്ങൾ. ഇനി നമ്മൾ 3 നിറം കൂടി ചേർത്താൽ എന്താ കിട്ടുക നോക്കാം. നോക്കൂ, വൈറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും. തൃതീയ വർണ്ണമായി വൈറ്റും കിട്ടി. വീണ്ടും നമുക്ക് CD ഉപയോഗിച്ചുള്ള ഒരു നിർമ്മാണത്തിലേക്ക് കടക്കാം. നോക്കൂ, ഇത് ഇലൂഷൻ സ്റ്റിക്കേഴ്സ് ആണ്. നേരത്തെ കാണിച്ച കളർ മിക്സിംഗ് അല്ല ഈ സ്റ്റിക്കറുകളുടെ ഉദ്ദേശം. എന്താണ്? ഇലൂഷനാണ്. അപ്പോ നമ്മുടെ കണ്ണിൽ ഇതുണ്ടാക്കുന്ന ചിത്രങ്ങൾ
ഒരു ഇലൂഷൻ ഉണ്ടാക്കും, ഒരു വിഭ്രാത്മകത ഉണ്ടാക്കും. ഇത് നമുക്ക് ഈ CD-യിൽ ഒട്ടിച്ചെടുക്കാം. ശ്രദ്ധാപൂർവം അരികെ ചേർത്ത് വെക്കുക. എന്നിട്ട് സാവധാനം സ്റ്റിക്കർ പുറകോട്ട് മാറ്റി ഒട്ടിക്കുക. ഇവിടെ ഇതിന്റെ നടുഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, അങ്ങനത്തെ സ്റ്റിക്കറാണ്. അപ്പൊ സൈഡ് നടു കട്ട് ചെയ്ത് കളയുന്നു. ഇതൊരു ഇലൂഷൻ സ്റ്റിക്കറാണ്. നമുക്ക് ഇലൂഷൻ എന്താണ് ഇതിലുണ്ടാകുന്ന ഇലൂഷൻ നോക്കാം. ഈ ഉപകരണത്തിൽ ഘടിപ്പിച്ച് നോക്കാം. ഈ ഉപകരണത്തിൽ വെച്ച് ഒന്ന് ഈ ഇലൂഷൻ ഡിസ്ക് കറക്കി നോക്കാം. നോക്കൂ, ഇതിൽ കറക്കിയാൽ സ്പീഡ് കൂടുതലായതുകൊണ്ട് ശരിക്കുള്ള ഇലൂഷൻ നമുക്ക് കിട്ടില്ല. ഇതിന് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഗോട്ടി തന്നെയാണ്. നോക്കൂ, നമുക്കിതൊന്ന് നിലത്ത് വെച്ച് കറക്കി നോക്കാം. അപ്പോഴാണ് ശരിക്കുള്ള ഇലൂഷൻ ഇഫക്റ്റ് കിട്ടുക. നോക്കൂ, കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ ഒട്ടിച്ചുണ്ടാക്കിയ മറ്റ് ചില ഡിസ്കുകളുണ്ട്. ഇതാ ഈ സ്റ്റിക്കർ നമുക്ക് ഈ ഡിസ്കിൽ ഒട്ടിച്ചു നോക്കാം. ഇത് ഒട്ടിച്ചു, നമുക്കൊന്ന് കറക്കി നോക്കാം. നോക്കൂ, പുറത്തേക്ക് കറങ്ങി പോകുന്ന പോലെ തോന്നില്ലേ? നമ്മളിനി ഇത് ഇങ്ങോട്ട് കറക്കുകയാണ്. അപ്പൊ കണ്ടോ, ഇതാണ് ഇലൂഷൻ ഡിസ്ക്. അപ്പൊ നമുക്കൊരു ഇലൂഷനാണ് ഡെവലപ്പ് ചെയ്യുക. കണ്ടോ, നോക്കൂ, ഇത്തരം ഡിസ്കുകളെ നമ്മൾ ഇലൂഷൻ ഡിസ്ക് എന്നാണ് പറയുക. ഇത് പലതരത്തിലുള്ളതുണ്ട്. ഇതിന്റെയും സ്റ്റിക്കറിന്റെ പ്രിന്റുകൾ നമുക്ക് ഓൺലൈനിലുണ്ട്, നെറ്റിലുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് അടിച്ചാൽ മതിയാവും. നമ്മൾ 6 തരത്തിലുള്ള ഇലൂഷൻ ഡിസ്ക് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നോക്കൂ, 6 തരത്തിൽ. ഈ 6 തരത്തിലുള്ള ഇലൂഷൻ ഡിസ്ക് നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. ഗോട്ടി എടുക്കുന്നു, വയ്ക്കുന്നു. നോക്കൂ, ഇപ്പൊ നമ്മൾ ഘടികാര ദിശയിലാണ് കറക്കുന്നത്. പുറത്തേക്ക് പോകുന്നുണ്ടോ? നമുക്കിത് ആന്റി ക്ലോക്ക് വൈസ്, നമുക്കിത് ഘടികാര ദിശയ്ക്ക് വിപരീതമായി ഒന്ന് കറക്കി നോക്കാം. നോക്കൂ, ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഇതാണ് ഇലൂഷൻ. നമ്മുടെ കണ്ണിൽ ഒരു ചിത്രം പതിയുകയും 1 സെക്കൻഡിന്റെ 16ൽ 1 അംശം സമയം നമ്മുടെ കണ്ണിൽ ആ ചിത്രം തങ്ങി നിൽക്കുന്നു. തൊട്ടടുത്ത ചിത്രം ഉടനെ തന്നെ അതേ സമയം കൊണ്ട് കയറി വരുന്നു. അങ്ങനെ ഒരു ചിത്രത്തിന്റെ തുടർച്ചയായി അടുത്ത ചിത്രം നമ്മുടെ കണ്ണിന് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്കത് തുടർച്ചയായിട്ട് ഇലൂഷൻ ആയി അനുഭവപ്പെടുന്നത്. നോക്കൂ, ഇത് നോക്കൂ, നമ്മൾ ക്ലോക്ക് വൈസ് തിരിക്കുന്നു, പുറത്തേക്ക് പോകുന്ന പോലെ തോന്നുന്നില്ലേ? ഇനി അത് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു. ഇത് സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മള് സ്കെച്ച് പേന വെച്ചിട്ടോ അല്ലെങ്കിൽ വാട്ടർ കളർ വെച്ചിട്ടോ ഫാബ്രിക് കളർ വെച്ചിട്ടോ പെയിന്റ് ചെയ്താലും മതി. വൈറ്റ് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ഫെവിക്കോൾ വെച്ച് വൈറ്റ് പേപ്പർ ഒട്ടിക്കുക. എന്നിട്ട് ഇതേപോലെ ചിത്രം വരച്ചാലും മതിയാവും. നമുക്ക് വേറൊരു ഇലൂഷനാണ്. ഇത്തരത്തിലുള്ള പല ജാതി ഇലൂഷൻ ഡിസ്കുകളുടെ പ്രിന്റ് ഔട്ടുകൾ നമുക്ക് നെറ്റിൽ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വൈറ്റ് പേപ്പർ ഫെവിക്കോൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പശ കൊണ്ടോ ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്ത് അതിൽ വരച്ചു ചേർത്താലും മതി. മാർക്കർ പേന കൊണ്ടോ വാട്ടർ കളർ കൊണ്ടോ അല്ലെങ്കിൽ ഫാബ്രിക് കളർ കൊണ്ടോ ചിത്രം വരച്ചു ചേർത്താലും മതിയാവും. ഇതാ വേറൊന്ന് നോക്കൂ, ഇലൂഷൻ. ഇത് മനോഹരമായിട്ടുണ്ട് അല്ലെ? ഇതും ഇലൂഷൻ ഡിസ്കാണ്. അപ്പൊ നമുക്കൊരു ഇലൂഷൻ ഫീൽ ചെയ്യും. വേറൊന്ന് നോക്കാം. ഇത് ഇവിടെ മാത്രമേ വരച്ചിട്ടുള്ളൂ, ഇവിടെ മാത്രമേ ഡിസൈൻ ഉള്ളൂ. പക്ഷെ കറങ്ങുമ്പോൾ നോക്കൂ, കറങ്ങുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോ ഇതെല്ലാം ഇലൂഷൻ ഡിസ്കുകളാണ്. ഇതല്ലാതെ തന്നെ ധാരാളം ഇലൂഷൻ ഡിസ്കുകളുടെ ഡിസൈനുകൾ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അതെടുത്തിട്ടും ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കൊണ്ടു. വേണ്ടതാകെ ഒരു CD-യും സ്റ്റിക്കറും ഒരു ഗോട്ടിയും മാത്രമാണ്. ഒരു A4 പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ CD ഇവിടെ പശ തേച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് ഇവിടെ ആ ഡിസൈൻ വരച്ച് ചേർത്താലും മതിയാവും. ഡിസൈൻ നമ്മൾ വേണ്ട പോലെ വരയ്ക്കുക. എന്നിട്ട് ഈ ഉൾഭാഗം ഈ സെന്റർ ഇവിടെ കട്ട് ചെയ്ത് കളയുക. അപ്പൊ നമുക്ക് ഇതേപോലെ ഡിസ്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇത് നോക്കൂ, ഇത് വേറൊരു ഡിസ്കാണ്. ഇത് ഞാൻ നേരത്തെ ഫസ്റ്റിൽ പരിചയപ്പെടുത്തി വിബ്ജിയോർ ആണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. നമുക്കറിയാം ഈ 7 നിറങ്ങളും കൂടി ചേർന്നാൽ
വെളുത്ത പ്രകാശം ഉണ്ടാവുക. 7 നിറങ്ങൾ, പ്രകാശത്തിന്റെ 7 നിറങ്ങൾ ചേർന്ന് ധവളപ്രകാശം, വെള്ളപ്രകാശം ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് തെളിയിക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ CD സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ഒന്നുകിൽ നമുക്ക് ഗോട്ടി വെച്ച് കറക്കാം. അപ്പൊ നമുക്ക് വൈറ്റ് പ്രകാശം ഉണ്ടാവുക. അതിലും ഈസി ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഉപകരണത്തിൽ ഫിറ്റ് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ 7 നിറങ്ങളും കൂടി ചേർന്ന് വെള്ളപ്രകാശം, വെള്ള നിറം ഉണ്ടാവും നമുക്ക് കാണാം. നോക്കൂ, വെള്ള നിറം കണ്ടില്ലേ? അപ്പൊ ഇത് ഈ സൂത്രം ആദ്യമായിട്ട് തെളിയിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്നാണ് പറയാറ്. അപ്പൊ ഇത് കൂട്ടി വെച്ചിട്ടും ഇങ്ങനെ ഉപകരണത്തിൽ വെച്ചിട്ടും നമുക്ക് കറക്കാവുന്നതാണ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങളായ RGB യെ കുറിച്ചും ആ RGB മിക്സ് ചെയ്തുണ്ടാവുന്ന CYM, സിയാൻ, യെല്ലോ, മജന്ത എന്നീ കളറുകളെ കുറിച്ചാണ്. എന്നാൽ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ റെഡ്, ഗ്രീൻ, ബ്ലൂ ആണെങ്കിൽ അതിന്റെ ദ്വിതീയ വർണ്ണങ്ങളാണല്ലോ സിയാൻ, യെല്ലോ, മജന്ത. ഈ സിയാൻ, യെല്ലോ, മജന്ത പ്രാഥമിക വർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ഏതിലാണ്? അത് പ്രകാശത്തിലല്ല, അത് ചായങ്ങളിലാണ്, കളറുകളിൽ, പെയിന്റുകളിൽ ഒക്കെ ഉപയോഗിക്കുന്നത് ആ സൂത്രമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ ഒരു പത്രം കാണിക്കാം. ഈ പത്രം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോക്കൂ, പത്രം നോക്കിയാൽ പത്രത്തിന്റെ ഏറ്റവും അടിയിലായിട്ട് ഇങ്ങനൊരു ഭാഗം കാണാം. നോക്കൂ, ഇത് ബ്ലൂ, മജന്ത, യെല്ലോ, ബ്ലാക്ക് ഇവിടെയുണ്ട്. ഇതിന്റെ പറയുക സിയാൻ, CMYK എന്നാണ്. CMYK എന്നാണ് പറയുക. CMYK എന്ന് പറഞ്ഞാൽ സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. ഈ 4 നിറങ്ങൾ ചേർത്തിട്ടാണ് ഈ പത്രത്തിലെ എല്ലാ നിറങ്ങളും, ഈ പത്രത്തിൽ വരുന്ന എല്ലാ ഡിസൈനിന്റെ എല്ലാ നിറങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 4 വർണ്ണങ്ങൾ പല തോതിൽ, പല അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ടാണ്. അതായത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ചായങ്ങളുടെ, നിറങ്ങളുടെ, പെയിന്റുകളുടെ പ്രാഥമിക വർണ്ണങ്ങളാണ് ഏതൊക്കെയാ? സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. ശരിക്കും ഈ 3 നിറമേ ഉള്ളൂ. ഈ 3 നിറവും കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? നോക്കാം നമുക്കതൊന്ന്. ഇതാ നമ്മുടെ പ്രാഥമിക വർണ്ണങ്ങൾ എങ്ങനെയാണ് മിക്സ് ചെയ്ത് പല നിറങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഏത്? പെയിന്റിന്റെ, നിറങ്ങളുടെ. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങളുടെ മിക്സിംഗ് അല്ല, ചായങ്ങളുടെ, നിറങ്ങളുടെ, പെയിന്റിന്റെ ഒക്കെ പ്രാഥമിക വർണ്ണങ്ങൾ എങ്ങനെ മിക്സ് ചെയ്യും എന്നാണ്. നോക്കൂ, ഇതാണ് ബ്ലൂ, സിയാൻ. ബ്ലൂ അല്ല, സിയാൻ. സിയാൻ നോക്കൂ, ഞാനിവിടെ സിയാൻ വരയ്ക്കുന്നു. നോക്കൂ, സിയാൻ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ സിയാൻ വരച്ചു അല്ലേ? ഇനി ഈ സിയാനിൽ മജന്ത മിക്സായി എന്താ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ മജന്ത വരയ്ക്കുന്നു. നോക്കൂ, മജന്ത മിക്സ് ചെയ്തു. രണ്ടും കൂടി ചേർന്നോർത്ത് നമുക്ക് എന്ത് കിട്ടി? ബ്ലൂ കിട്ടി അല്ലെ? ഇനി നമുക്ക് യെല്ലോ കൂടി ചേർന്നാൽ എന്താ ഉണ്ടാവുക നോക്കാം. നോക്കൂ, യെല്ലോയും മജന്തയും മിക്സ് ആയാൽ റെഡ് കിട്ടും. റെഡ്. യെല്ലോ പ്ലസ് മജന്ത സമം റെഡ്. യെല്ലോ പ്ലസ് മജന്ത സമം റെഡ്. നോക്കൂ, ഇവിടെ യെല്ലോ പ്ലസ് സിയാൻ ആണ്. യെല്ലോ പ്ലസ് സിയാൻ സമം ഗ്രീൻ. ഇവിടെ നോക്കൂ, സിയാൻ പ്ലസ് മജന്തയാണ്. സിയാൻ പ്ലസ് മജന്ത സമം ബ്ലൂ. അപ്പൊ നമുക്ക് എന്താ കിട്ടി? ചായത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങളായ സിയാൻ, മജന്ത, യെല്ലോ എന്നിവ മിക്സ് ചെയ്താൽ നമുക്ക് സെക്കൻഡറി നിറങ്ങളായ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവ കിട്ടും അല്ലെ? വരച്ച് കാണിച്ചു തരാം, അപ്പൊ വേഗം മനസ്സിലാവും. ഇതാ ഇവിടെ വരയ്ക്കുന്നു. ഇനി ഇവിടെ യെല്ലോ വരയ്ക്കുന്നു. നോക്കൂ, സിയാനും യെല്ലോയും ചേർന്നപ്പോൾ നമുക്ക് ഗ്രീൻ കിട്ടി. ഇനി നമുക്ക് മജന്തയും വരച്ചു നോക്കാം. മജന്ത വരയ്ക്കുന്നു. നോക്കൂ, ഇവിടെ നമുക്ക് ബ്ലൂ കിട്ടി. മജന്തയും സിയാനും ചേർന്ന ബ്ലൂ കിട്ടി. സിയാനും മജന്തയും ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടി? റെഡ് കിട്ടി. അതായത്
റെഡ്, ബ്ലൂ, ഗ്രീൻ. അപ്പോ സിയാൻ പ്ലസ് മജന്ത മിക്സ് ആയാൽ നമുക്ക് എന്ത് കിട്ടും? റെഡ് കിട്ടും. മജന്ത പ്ലസ് സിയാൻ ഇവിടെ മിക്സ് ആയാൽ നമുക്ക് എന്ത് കിട്ടും? സിയാൻ മിക്സ് ആയി നമുക്ക് എന്ത് കിട്ടും? മജന്ത പ്ലസ് സിയാൻ മിക്സ് ചെയ്താൽ നമുക്ക് ബ്ലൂ കിട്ടും. ഇനി സിയാൻ പ്ലസ് യെല്ലോ മിക്സ് ആയി നമുക്ക് എന്ത് കിട്ടും? സിയാനും യെല്ലോ മിക്സ് ആയാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രീൻ കിട്ടും. അങ്ങനെ ചായങ്ങളുടെ പ്രാഥമിക വർണ്ണങ്ങൾ സി, വൈ, എം എന്നിവയാണ്. അപ്പൊ എന്താണ് ഇപ്പൊ ഈ പത്രത്തിൽ ഈ കാണുന്ന ബ്ലാക്ക് എന്താണ് കാരണം? ഈ 3 നിറവും കൂടി മിക്സ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ബ്ലാക്ക്. നോക്കിക്കോളൂ, ബ്ലാക്കിന് കിട്ടാൻ ഇതാ മജന്ത, സിയാൻ ചേർത്തപ്പോ ബ്ലൂ ആയി. ഇനി നമ്മൾ ഇതിൽ യെല്ലോ കൂടി ചേർക്കുകയാണ്. ഇപ്പൊ എന്തായി? നിറം ബ്ലാക്ക് ആയി. അപ്പൊ ഈ ബ്ലാക്കിന് വേണ്ടിയിട്ട് ഈ 3 നിറം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ പ്രിന്റിങ്ങിലാണെങ്കിലും പത്രമാസികൾ പ്രിന്റ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് എന്താണ്? നഷ്ടമാണ്. കാരണം ഒരു ചായം ഉണ്ടാക്കാൻ 3 ചായം കലർത്തേണ്ടി വരിക. അപ്പൊ സാധാരണഗതിയിൽ പ്രിന്റിംഗ് പ്രസ്സുകാരും അല്ലെങ്കിൽ ഒക്കെ ചെയ്യാറ്, പെയിന്റിംഗ് കമ്പനിക്കാരൊക്കെ ചെയ്യാറ് എന്താ വെച്ചാൽ ഈ 3 നിറം മിക്സ് ചെയ്തിട്ട് ബ്ലാക്ക് ഉണ്ടാക്കാറില്ല. ബ്ലാക്ക് ആയിട്ട് തന്നെ ഉപയോഗിക്കുക ചെയ്യുക. അതുകൊണ്ടാണ് പത്രത്തിൽ ഈ ബ്ലാക്ക് ആയിട്ട് ഉപയോഗിക്കുക. അതാണ് ചെയ്യാറ്. പിന്നെ വൈറ്റിന് വേറെ വൈറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ CYMK എന്നാണ് ഇതിന് പറയുക. കീടോൺ എന്നാണ് പറയുക. അല്ലെങ്കിൽ ബ്ലാക്കിലെ കെ ആയി ഉപയോഗിച്ചാലും മതി. എന്തായാലും ഇപ്പോ ഉപയോഗിക്കാറ് കീടോൺ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ സിയാൻ, മജന്ത, യെല്ലോ, കീടോൺ ഈ 4 നിറങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ഏത് നിറത്തിലുള്ള, ഏത് വർണ്ണത്തിലുള്ള, ഏത് കളറിലുള്ള ചിത്രങ്ങൾ നമുക്ക് പ്രിന്റ് ചെയ്യാൻ ഈ പത്രത്തിൽ പ്രിന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതേ 4 വർണ്ണങ്ങൾ മാത്രമാണ് നമ്മുടെ പെയിന്റിംഗ് കമ്പനിക്കാർ പെയിന്റിലും ഉപയോഗിക്കുന്നത്. അവർ കൂടാതെ 5ാമത്തെ ഒരു വർണ്ണം കൂടി ഉപയോഗിക്കും, വൈറ്റ്. അപ്പൊ പെയിന്റ് കടയിൽ പോയാൽ ഇപ്പോ ആകെ 5 നിറമാണുള്ളൂ: വൈറ്റ്, മജന്ത, സിയാൻ, യെല്ലോ, ബ്ലാക്ക്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് പ്രകാശത്തിന്റെയും ചായത്തിന്റെയും പിഗ്മെന്റിന്റെയും പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഇത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. പക്ഷെ പലർക്കും ഇത് മാറിപ്പോവാറുണ്ട്. പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ RGB ആണ്. സെക്കൻഡറി വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? സിയാൻ, യെല്ലോ, മജന്ത എന്നിവയാണ്. പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ RGB ആണ്: ചുവപ്പ്, പച്ച, നീല. അത് മിക്സ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന സെക്കൻഡറി വർണ്ണങ്ങൾ, ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? സിയാൻ, യെല്ലോ, മജന്ത. ഓക്കെ, അത് പ്രകാശത്തിന്റെ കാര്യം. എന്നാൽ നേരെ തിരിച്ചാണ്, നേരെ ഓപ്പോസിറ്റ് ആണ് പിഗ്മെന്റ്സിന്റെ, ചായത്തിന്റെ കാര്യം. ചായത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാ? പ്രകാശത്തിന്റെ ദ്വിതീയ വർണ്ണമാണ് ചായങ്ങളുടെ പ്രാഥമിക വർണ്ണമായിട്ട് വരിക. ഏതൊക്കെയാണത്? യെസ്, സിയാൻ, യെല്ലോ, മജന്ത. അതാണ് ചായത്തിന്റെ പ്രൈമറി കളേഴ്സ്, പ്രാഥമിക വർണ്ണങ്ങൾ. അപ്പൊ ചായത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങളായ സിയാനും യെല്ലോയും മജന്തയും നമുക്ക് മിക്സ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? അതെ, റെഡ്, ഗ്രീൻ, ബ്ലൂ കിട്ടും. പ്രത്യേകം ഓർമ്മിക്കുക, മാറിപ്പോരുത്. ചായത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ പ്രകാശത്തിന്റെ ദ്വിതീയ വർണ്ണങ്ങളാണ്. പ്രകാശത്തിന്റെ ദ്വിതീയ വർണ്ണങ്ങൾ ചായത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങളാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നമുക്ക് പഠിക്കാൻ പാഠപുസ്തകങ്ങളിൽ ഉള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ എല്ലാവരും CD ഒക്കെ സംഘടിപ്പിച്ച്, ഗോലി സംഘടിപ്പിച്ച്, പറ്റെങ്കിൽ മിനി മോട്ടറോ ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു പെട്ടിയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഈ ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചു നോക്കുക, ചെയ്തു നോക്കുക. വളരെ രസകരമായിട്ടുള്ള ചില ശാസ്ത്ര പരീക്ഷണങ്ങളാണ്. അപ്പൊ നിങ്ങൾക്കത് ചെയ്യുന്നതിനോടൊപ്പം പഠിക്കാൻ കൂടി പറ്റും. പ്രവർത്തിച്ച് പഠിക്കുക എന്നുള്ളതാണല്ലോ ശാസ്ത്രത്തിന്റെ ഒരു രീതി. അപ്പൊ എല്ലാവരും ചെയ്യണം. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം, ആ ബെൽ ബട്ടൺ അമർത്താൻ ആരും മറക്കരുത്. ഓക്കെ, വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി, പരീക്ഷണങ്ങളൊക്കെ ആയി നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.